നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. താനാളൂർ നരസിംഹ ക്ഷേത്രത്തിൽ കവർച്ചാശ്രമം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവ് വെട്ട 11 കിലോ കഞ്ചാവ് പിടികൂടി. തൃപ്രങ്ങോട് പഞ്ചായത്തിൽ 100 കുടുംബങ്ങൾക്ക് ലൈഫിന്റെ തണൽ. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ നടത്തിയ വാഹന പരിശോധനകളിൽ നിരവധി നിയമലംഘനങ്ങൾ നടന്നു. നവീകരിച്ച താനാളൂർ പുത്തനത്താണി റോഡ് നാടിന് സമർപ്പിച്ചു. ഹരിതചട്ടം കൃത്യമായി പാലിക്കാൻ ശ്രമിക്കണമെന്ന് ജില്ലാ കളക്ടർ. വിശദമായ വാർത്തകൾ. താനാളൂർ നരസിംഹ ക്ഷേത്രത്തിൽ കവർച്ചാശ്രമം. ശനിയാഴ്ച വെളുപ്പിന് 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് കവർച്ചാശ്രമം നടന്നത്. ശനിയാഴ്ച രാത്രി മീനത്തൂർ അമ്മംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്നും 15,000 രൂപയും ഒരു മൊബൈൽ ഫോണും കളവ് പോയിരുന്നു. പാന്റും കളർ ഷർട്ടും ഹെൽമറ്റും ധരിച്ച 2 പേർ ഒഴൂർ റോഡിൽ നിന്ന് പടിഞ്ഞാറേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബാഗിൽ നിന്നും ആയുധങ്ങൾ എടുത്ത് ഓഫീസിന്റെ പൂട്ട് തകർക്കുകയും അലമാര കുത്തി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. തകർത്ത പൂട്ടുകൾ വെള്ളം നിറച്ച പാത്രത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കേ ഗോപുരത്തിന്റെ മുൻവശത്തെ ഭണ്ഡാരം തുറക്കാൻ ശ്രമിക്കുകയും ആൽത്തറയുടെ സമീപത്ത് ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രമതിലിന് സമീപത്തു നിന്നും ഒരു മൊബൈലിന്റെ കവർ ലഭിച്ചിരുന്നു. ശനിയാഴ്ച രാത്രി മീനടത്തൂർ അമ്മംകുളങ്ങര ദേവീക്ഷേത്ര ഓഫീസിൽ നിന്നും 15,000 രൂപയും ഒരു മൊബൈൽ ഫോണും കളവ് പോയിരുന്നു. ഈ മൊബൈലിന്റെ കവറായിരുന്നു താനാളൂർ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മോഷ്ടാക്കൾ ആദ്യം അമ്മംകുളങ്ങര ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയതിനു ശേഷം താനാളൂർ ക്ഷേത്രത്തിൽ എത്തിയതായി കരുതപ്പെടുന്നു. കവർച്ച നടത്തിയവർ സ്ഥിരം മോഷ്ടാക്കൾ തന്നെയാണെന്ന അഭിപ്രായമുണ്ട്. നരസിംഹ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ A. ദാമോദരൻ താനൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മലപ്പുറത്തുനിന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ക്രൈംബ്രാഞ്ചും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നരസിംഹ ക്ഷേത്രത്തിൽ കവർച്ച നടക്കുകയും 25,000 രൂപ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. തെളിവുകളില്ലാത്തതിനാൽ ഇതുവരെയും പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സ്ഥിരമായി മോഷണ പരമ്പരകൾ തുടരുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതിലും പൊതുജനങ്ങളിൽ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. വെട്ടം ന്യൂസ്, താനൂർ. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 11 കിലോ കഞ്ചാവ് പിടികൂടി. ശനിയാഴ്ച വൈകിട്ട് 5:45 സംഭവം. തിരൂർ RPF SI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വലിയ ബാഗിൽ നിന്നും 11 പാക്കറ്റുകളിലായാണ് കഞ്ചാവ് കണ്ടെടുത്തത്. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 11 കിലോ കഞ്ചാവ് പിടികൂടി. RPF ASI സച്ചി അഗസ്റ്റ്യൻ, ഹെഡ് കോൺസ്റ്റബിൾമാരായ പ്രസന്നൻ, സവിൻ, സജീവൻ, പ്രജിത്ത് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. തുടർന്ന് കഞ്ചാവ് തിരൂർ എക്സൈസിന് കൈമാറി. വെട്ടം ന്യൂസ്, തിരൂർ. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതി മുഖേന തൃപ്രങ്ങോട് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച 100 വീടുകളുടെ താക്കോൽ കൈമാറ്റം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കൈമാറി. ഭവനരഹിതർ, വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർ, കാലപ്പഴക്കത്തെ തുടർന്ന് വാസയോഗ്യമല്ലാതായ വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾ എന്നിവർക്കായി 2023-24 വർഷത്തെ പദ്ധതിയിൽ 7.5 കോടി രൂപയാണ് തൃപ്രങ്ങോട് പഞ്ചായത്തിൽ തുക അനുവദിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിൽ 496 വീടുകളുടെ അപേക്ഷയിൽ 350 കുടുംബങ്ങളാണ് കരാർ വെച്ചിട്ടുള്ളത്. ഇതിൽ 100 വീടുകളാണ് പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത്. തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. ശാലിനി അധ്യക്ഷത വഹിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി എന്നിവർ മുഖ്യാതിഥികളായി. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P. കുമാരൻ, K. ഉഷ, തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP അബ്ദുൽ ഫുക്കാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MP റഹീന, VP ഷാജഹാൻ, TV ലൈല, ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് A. ശിവദാസൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. നാരായണൻ, VEO അശ്വതി എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തൃപ്രങ്ങോട്. ടൂറിസ്റ്റ് ക്യാബുകൾ, കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO PN നസീർ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയായി മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിങ്ങിലെ തിരൂർ, പൊന്നാനി, നിലമ്പൂർ, ഏറനാട്, തിരൂരങ്ങാടി, പെരിന്തൽമണ്ണ താലൂക്കിലെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ നടത്തിയ വാഹന പരിശോധനകളിൽ നിരവധി നിയമ ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുത്തു.
നികുതി വെട്ടിപ്പ് സംബന്ധിച്ച് സ്വകാര്യ ബസ്സുകളിലെ പരിശോധന തുടരുന്നു. ഈ ആഴ്ചയിലെ പരിശോധനയിലും ദീർഘകാലമായി നികുതി വെട്ടിച്ചോടുന്ന സ്വകാര്യ ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടിച്ചെടുത്തു. മലപ്പുറം പടപ്പറമ്പ് റൂട്ടിൽ ദീർഘകാലമായി നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ വിജേഷിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കുകയും നികുതി ഇനത്തിൽ 2,28,908 രൂപ ഈടാക്കുകയും ചെയ്തു. തിരൂർ തെയ്യാല റൂട്ടിലും തിരൂർ കോഴിക്കോട് റൂട്ടിലും പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയ 2 പ്രൈവറ്റ് ബസ്സുകൾ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ കേസെടുക്കുകയും സർവീസ് നിർത്തുകയും പിഴ ഈടാക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തു. മോട്ടോർ ക്യാബുകളിലും കോൺട്രാക്ടർ കാരേജ് ബസ്സുകളിലും നടത്തിയ പരിശോധനകളിൽ ഫിറ്റ്നസ് ഇല്ലാത്ത 8 വാഹനങ്ങൾ, ഇൻഷുറൻസ് ഇല്ലാത്ത 12 വാഹനങ്ങൾ, നികുതി അടയ്ക്കാത്ത 21 വാഹനങ്ങൾ, പെർമിറ്റില്ലാതെ സർവീസ് നടത്തിയ 5 വാഹനങ്ങൾ തുടങ്ങിയ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. 1,86,000 രൂപ പിഴ ഈടാക്കി. മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ 2 കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചു. തിരൂർ, തിരൂരങ്ങാടി, ഏറനാട്, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി താലൂക്കുകൾ കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ ജയചന്ദ്രൻ, അരുൺ, അസൈനർ, പ്രമോദ് ശങ്കർ, ബിനോയ് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർമാരായ സലീഷ്, മനോഹരൻ, രാജേഷ്, അജീഷ്, അബ്ദുൾ കരീം, ഷൂജ മാട്ടട, വിഷ്ണു വിജയ്, അബിൻ ചാക്കോ, വിജീഷ്, പ്രേംകുമാർ, മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. സ്റ്റേജ് ഗാരേജ് നികുതി വെട്ടിച്ചും പെർമിറ്റില്ലാതെയും സർവീസ് നടത്തുന്ന ബസ് ഉടമകൾക്കെതിരെയും ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ ജീവന് ഭീഷണിയായി നിരത്തുകളിൽ മത്സരയോട്ടം നടത്തുന്ന ബസ് ഡ്രൈവർമാർക്കെതിരെയും വരും ദിവസങ്ങളിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് മലപ്പുറം എൻഫോഴ്സ്മെന്റ് RTO PA നസീർ അറിയിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. BM and BC ചെയ്ത് നവീകരിച്ച താണാളൂർ പുത്തനത്താണി റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു. 5 കോടി രൂപ ചിലവിട്ടാണ് റോഡിന്റെ നവീകരണം പൂർത്തിയായത്. പൊന്മുണ്ടം, ചെറിയമുണ്ടം, വളവന്നൂർ, കൽപ്പകഞ്ചേരി, ആദവനാട് എന്നീ പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുകയും ദേശീയപാതയുമായി പുത്തനത്താണി ജംഗ്ഷനിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന പ്രധാന പാതയാണിത്. പുത്തനത്താണിയിൽ നാടമുറിച്ച ശേഷം തിരൂരിൽ നടന്ന ROB അപ്രോച്ച് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. ET മുഹമ്മദ് ബഷീർ MP, കുറുക്കോളി മൊയ്തീൻ MLA, മറ്റു ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. മത സാംസ്കാരിക പരിപാടികളിൽ ഹരിതച്ചട്ടം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ്. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ താഴെത്തട്ടിലാക്കുന്നതിന്റെ ഭാഗമായി കളക്ടറുടെ ചേംബറിൽ ചേർന്ന മത നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ. മതപരമായ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും മാലിന്യം കുന്നുകൂടുന്നത് തടയണം. ഉത്സവകാലത്തും നോമ്പുകാലത്തും ഉണ്ടായേക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെയും ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ് എന്നിവയുടെ ഉപയോഗം പൂർണ്ണമായി ഒഴിവാക്കണം. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സ്റ്റീൽ, ഗ്ലാസ്, പ്ലേറ്റ്, മറ്റു വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം ശീലിക്കണം. മാലിന്യം തരംതിരിച്ച് കയറ്റി അയക്കാൻ ഹരിതകർമ്മസേനയുടെ സേവനം ഉറപ്പാക്കണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. നിയമലംഘനങ്ങൾ തടയുന്നതിന് പരിശോധന ശക്തമാക്കും. മതസ്ഥാപനങ്ങളിലും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബോർഡുകൾ പ്രദർശിപ്പിക്കും. കൂടാതെ ബയോ കമ്പോസ്റ്റ് യൂണിറ്റുകളും സ്ഥാപിക്കും. മാലിന്യം കത്തിക്കുന്നതിനെതിരെയും വലിച്ചെറിയുന്നതിനെതിരെയും ബോധവൽക്കരണം ശക്തമാക്കും. ഇതിനുവേണ്ടി മതനേതാക്കളുടെ ബോധവൽക്കരണ വീഡിയോകൾ ചിത്രീകരിച്ച് ക്യാമ്പയിൻ ശക്തമാക്കും. സമൂഹ നോമ്പുതുറ, സമൂഹ സദ്യ തുടങ്ങിയ പരിപാടികളിൽ ഹരിതചട്ടം പ്രാവർത്തികമാക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ PB ഷാജു, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ആതിര, മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ ബീന സണ്ണി, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ, വിവിധ മത നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.